നമസ്തേ. ഹിന്ദു സമൂഹത്തിന്റെ ധാർമ്മികവും സാംസ്കാരികവുമായ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തേകുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വാർഷിക ധർമ്മരക്ഷാനിധി സമർപ്പണ പരിപാടി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശ്രദ്ധേയമായി. എറണാകുളം കലൂരിലെ പാവക്കുളത്തുള്ള വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന കാര്യാലയമായ ഹിന്ദു സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന പ്രധാന പരിപാടിയിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തു. ഹിന്ദു സമൂഹത്തിന്റെ ഐക്യവും ധാർമ്മിക മൂല്യങ്ങളുടെ സംരക്ഷണവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ധർമ്മരക്ഷാനിധി സമർപ്പണ യജ്ഞം ഇത്തവണയും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. എറണാകുളം കലൂരിലെ പാവക്കുളത്തുള്ള വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന കാര്യാലയമായ ഹിന്ദു സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന സംഘടനാ സെക്രട്ടറി കണ്ണൻ, സംസ്ഥാന ട്രഷറർ വി ശ്രീകുമാർ, ബജ്രംഗ് ദൾ സംസ്ഥാന സഹസംയോജക് പി കെ ജയേഷ്, എടപ്പള്ളി പ്രകൺ അധ്യക്ഷൻ സോമനാഥൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. അഭിമാനബോധത്തോടെ ഹിന്ദുവാണെന്ന് പറയാൻ നമ്മൾ തയ്യാറാവണം. നമ്മുടെ തലമുറ അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കണം. ആരെങ്കിലും ജാതി ചോദിച്ചാൽ നമ്മൾ ഹിന്ദു എന്ന് പറയണം. അവൻ രണ്ടാമത് വേണ്ടി ഒന്നുകൂടി ചോദിക്കാം, അന്നേരം പറഞ്ഞു ഹിന്ദുവാണ്. ജാതി അത് സർട്ടിഫിക്കറ്റ് മതി. സംസാരത്തിലും പെരുമാറ്റത്തിലും വികാരത്തിലും വിചാരത്തിലും ഒന്നും നമ്മുടെ ചിന്തയിൽ പോലും ആ ഒരു പേര് നമുക്ക് വരാൻ പാടില്ല. ജാതി ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മുടെ സർട്ടിഫിക്കറ്റ് മാത്രം മതി. നമ്മുടെ ചിന്തയിലോ പെരുമാറ്റത്തിലോ ഉണ്ടാകാൻ പാടില്ല, സമീപനത്തിലോ ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ ഈ ധർമ്മത്തിന്റെ ഭാഗമാണ്. മനുഷ്യനെ കാണുകയും മനുഷ്യനെ ദൈവത്തെ പോലെ കണ്ട് സ്നേഹിക്കുകയും അവനെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഹിന്ദു സമൂഹത്തിന്റെ ലക്ഷ്യമല്ലാതെ ജീവിതത്തിന്റെ മോക്ഷം എന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്ന ആളല്ല നമ്മൾ. എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയാലും നമ്മൾ ജീവിക്കുന്നു. നമ്മളുടെ സ്വർഗവും നരകവും ഒക്കെ ഭൂമി തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന 70, 80, 90 വയസ്സ് വരെയായിരിക്കും നമ്മൾക്ക് ജീവിച്ചിരിക്കുക. ആ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ആർക്കെങ്കിലും നന്മ ചെയ്താൽ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ അതിന്റെ ഗുണം നമ്മുടെ മക്കൾക്കാണ് കിട്ടുക. സംഘടനയുടെ വിവിധ സേവന, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ജനപിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും ധർമ്മരക്ഷാനിധി സമർപ്പണ പരിപാടി സംഘടിപ്പിക്കുന്നത്. ധർമ്മരക്ഷാനിധിയുടെ ലക്ഷ്യങ്ങളും സംഘടന നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളും വിശദീകരിച്ച ശേഷമാണ് ചടങ്ങിൽ നിധി സമർപ്പണം സ്വീകരിച്ചത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സേവന പദ്ധതികൾക്ക് പൊതുസമൂഹത്തിന്റെ പിന്തുണ സമാഹരിക്കുകയാണ് ഈ നിധി സമർപ്പണ യജ്ഞത്തിന്റെ പ്രധാന ലക്ഷ്യം. വിദ്യാഭ്യാസം, സാമൂഹിക സേവനം, സാംസ്കാരിക സംരക്ഷണം, ക്ഷേത്ര കേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിവിധ മേഖലകളിലെ പദ്ധതികൾക്ക് ധർമ്മരക്ഷാനിധി വിനിയോഗിക്കുന്നതായി സംഘടനാ നേതൃത്വം അറിയിച്ചു. കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പരിപാടികളിൽ വ്യാപാരികളും സാമൂഹിക പ്രവർത്തകരും വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിനിധികളും പങ്കെടുത്ത് സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ധർമ്മരക്ഷാനിധി സമർപ്പണ യജ്ഞത്തിന് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും യുവതലമുറയിൽ സാംസ്കാരിക അവബോധവും ദേശീയ ചിന്തയും വളർത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതിനായി സമൂഹത്തിന്റെ കൂട്ടായ പിന്തുണ വേണമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ക്ഷേത്രങ്ങളുടെയും പാരമ്പര്യ ആചാരങ്ങളുടെയും സംരക്ഷണം, സാമൂഹിക ഐക്യം വളർത്തൽ, സേവന പ്രവർത്തനങ്ങളുടെ വ്യാപനം എന്നിവയ്ക്കായി സമൂഹത്തിന്റെ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ധർമ്മരക്ഷാനിധി സമർപ്പണ യജ്ഞം ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഫലപ്രദമായ വേദിയായി മാറുകയാണെന്നും അവർ പറഞ്ഞു. ധർമ്മത്തിന്റെയും സംസ്കാരത്തിന്റെയും സംരക്ഷണത്തിനായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ധർമ്മരക്ഷാനിധി സമർപ്പണ ആരംഭ പരിപാടി സമാപിച്ചത്. ജനപങ്കാളിത്തം കൊണ്ടും പിന്തുണ കൊണ്ടും ശ്രദ്ധേയമായ പരിപാടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.